ഗൈസ്, ഇന്ന് നമുക്കൊരു അൺബോക്സിങ് നോക്കിയാലോ. ഫുഡിൻ്റെയാണ്. ഇത് കടലപ്പായസം അല്ലേ? അല്ല, പരിപ്പ് പായസം. സോറി, കടലപ്പായസമല്ല, പരിപ്പ് പായസം. ഇത് നമ്മളെ പഴം പായസം, നേന്ത്രപ്പഴം ഇട്ടിട്ടുള്ള പായസം. വെള്ളത്തിൽ ഇത് ഗോതമ്പ് പായസം. ഇനിയുള്ളത് എന്താ? ഇനിയുള്ളതാണ് അത് ഉണ്ടയാണ് കേട്ടോ. ഉണ്ട നമ്മളെ മറ്റേ അരിനെ കൊണ്ട് ഇടിച്ചുണ്ടാക്കുന്ന ഉണ്ട. അത് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായതുകൊണ്ട് ഞാൻ തുറക്കാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ തുറന്ന് കാണിച്ചു. ഇത് നമ്മളെ തൈര് സാലഡ്. ഇനിയാണ് നമ്മളെ മെയിൻ ഡിഷ് ബിരിയാണിയാണിത്. 2 ബോക്സിലും ബിരിയാണിയാണ്. ഇതെന്താണെന്ന് അറിയാം ഗൈസ്. ഇതെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അവർ ഹസ്ബൻഡിൻ്റെ അച്ഛന് ആത്ത് വെച്ച് കൊടുക്കും. അതായത് മരിച്ച ദിവസം ആത്ത് വെച്ച് കൊടുക്കില്ല, ഓർമ്മ ദിനം. അന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാവർക്കും അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും. റിലേറ്റീവ്സിനെല്ലാം അങ്ങനെ നമുക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം. അത് അവർക്കൊരു ചടങ്ങ് പോലെയാണ്. അവരെ പിന്നെ അതായത് നല്ല ദിവസം എന്നല്ല, ഓർമ്മ ദിവസം അവരെല്ലാവർക്കും കൊടുക്കും. നമ്മൾ അന്നദാനം മഹാദാനം എന്നെല്ലാം പറയുന്ന പോലെ അവർക്ക് കുറേ അവരെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അപ്പോൾ അവരെ പണിക്കാർക്ക് എല്ലാം കൊടുക്കും. അങ്ങനെ നല്ല ഗോതമ്പ് പായസം. എന്ത് രസമല്ലേ! ഗോതമ്പ് പായസമുണ്ട്, പിന്നെ കടലപ്പായസം. നിങ്ങൾ ഓരോ സ്ഥലത്തും കണ്ണൂരിൽ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ ആത്ത് വെച്ച് കൊടുക്കൽ കേട്ടോ. ചിലയിടത്ത് ചക്കപ്പായസമൊക്കെ ആക്കി വെക്കും. നമ്മളായി ഒരു ഏരിയയിൽ ഈ 3 പായസം വെക്കാം. പിന്നെ ഇത് കടലപ്പായസം, അതായത് പരിപ്പ് പായസം, പിന്നെ ഗോതമ്പ് പായസം, പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ പായസം. നേന്ത്രപ്പഴം മൈദയിലിട്ടിട്ടും ആക്കും, അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ടും ആക്കും. അതുപോലെ തന്നെ ഗോതമ്പും മൈദയിലിട്ടിട്ടും ആക്കും, പാലിലും ആക്കും, അല്ലെങ്കിൽ വെള്ളത്തിലും ആക്കും കേട്ടോ. അപ്പോൾ ഇത്രയില്ല. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് നമുക്ക് പ്ലം കേക്ക് കൊണ്ടു തന്നതിന്. ക്രിസ്മസിൻ്റെ എല്ലാം ആ ഒരു ദിവസം പ്രമാണിച്ചിട്ട് പ്ലം കേക്കാണ് കൊണ്ടു തന്നെ. എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല. ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ തന്നെയാണ് പൊളിക്കുന്നത് കേട്ടോ. അമ്മ പറഞ്ഞാൽ നമുക്ക് പൊളിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞാൽ എന്നാൽ അമ്മ ഫോൺ പിടിക്കുക. അപ്പോൾ അമ്മ പറയും ഫോൺ പിടിച്ചാൽ എൻ്റെ അടുത്തൊന്ന് ഷെയ്ക്കാവുന്നു. പിന്നെ ഞാൻ തന്നെ ഫോൺ പിടിച്ച് ഞാൻ തന്നെയാണ് ഈ ബോക്സ് കത്തിയെല്ലാം എടുത്തിട്ട് അങ്ങ് പൊളിക്കുന്നത്. വേറെ ആരും പൊളിക്കാനൊന്നുമില്ല. എന്ത് കഷ്ടപ്പാടാണ് നോക്കണേ ഗൈസ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഈ പെട്ടി അങ്ങ് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ പ്ലം കേക്ക്. അടിപൊളി കേക്കാണ്. ബേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ബേക്കറിയിൽ നിന്നാണ് നമ്മൾ ഈ പ്ലം കേക്ക് വാങ്ങിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പ്ലം കേക്ക് നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് വെക്കാം. എന്നിട്ട് ഇഷ്ടം പോലെ തിന്നാം. അപ്പം ഞാനിതെല്ലാം പൊളിച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഗൈസ്, ഇത്രയും ഈ വീഡിയോയിലും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ കേട്ടോ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.